ഇന്ന് നമ്മൾ ടോട്ടോച്ചോന്റെ 29ാമത്തെ അധ്യായമാണ് കേൾക്കുന്നത്. ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് അത് കഴിഞ്ഞ് ആ ആ. അതെന്താണെന്ന് കേൾക്കാം. ടോമോ ഉച്ചഭക്ഷണ വേളയിലെ പരിപാടികൾ എല്ലായ്പ്പോഴും രസകരമാണ്. ഇപ്പോഴിതാ പുതിയ ഒന്ന് മാസ്റ്റർ അവതരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആദ്യം പതിവ് പോലെയുള്ള പരിശോധനയാണ്. മലയിൽ നിന്നൊരു പങ്കുണ്ടോ, കടലിൽ നിന്നൊരു പങ്കുണ്ടോ എന്ന്. ഏതെങ്കിലും കുട്ടിയുടെ പാത്രത്തിൽ ഇതിലേതിലെങ്കിലും കുറവുണ്ട് എങ്കിൽ ആദ്യ അവസരത്തിൽ നമ്മൾ കേട്ടിരുന്നുവല്ലോ, മാസ്റ്ററുടെ കൂടെയുള്ള ഭാര്യ കയ്യിലുള്ള ചട്ടിയുടെ മൂടി തുറക്കും. ഏത് കുട്ടിയുടെ പാത്രത്തിൽ ഏതാണോ കുറവുള്ളത് അത് ഓരോ തവി വീതം വിളമ്പും. അങ്ങനെ അതിനുശേഷമാണ് പയ്യെ ചവയ്ക്കും പാട്ട്. അതും കഴിഞ്ഞിട്ടാണ് ഉപചാര വാക്ക് ഈറ്റാദാക്കി മാസു, പിന്നെ ആഹാരം. ഇത്രയും ടോമോയിലെ ഉച്ചഭക്ഷണത്തിന്റെ സ്ഥിരം ചടങ്ങാണ്. പുതിയതായി കൊബായാഷി മാസ്റ്റർ അവതരിപ്പിക്കുന്നതാണ് ഈ ഉപചാര വാക്കുകൾക്ക് ശേഷം ദിവസവും ഒരു കുട്ടി എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. അതാണ് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട പരിപാടി. മാസ്റ്റർ പറഞ്ഞു, കൂടുതൽ നന്നായി എങ്ങനെ സംസാരിക്കാം എന്ന് നാം എല്ലാം പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി മുതൽ ഓരോ ദിവസവും ഈറ്റാദാക്കി മാസു പറഞ്ഞതിന് ശേഷം നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മധ്യത്തിലായി വന്നു നിന്ന് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം. ഓരോ ദിവസവും ഓരോരുത്തർ. എങ്ങനെയുണ്ട്? മിക്ക കുട്ടികൾക്കും ആ പദ്ധതി നന്നായി ഇഷ്ടപ്പെട്ടു. ചിലർക്ക് സംസാരിക്കാനുള്ള താങ്കളുടെ സാമർഥ്യത്തെക്കുറിച്ച് തുലോം സംശയമാണ്. പക്ഷെ മറ്റു ചിലർക്ക് വാചകമടിക്കാനുള്ള സ്വന്തം കഴിവിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. ഏതായാലും നല്ല രസമുള്ള ഏർപ്പാടായിരിക്കും എന്ന് എല്ലാവർക്കും തോന്നി. തങ്ങൾക്കത്ര രസകരമായി സംസാരിക്കാൻ അറിയില്ലെങ്കിലും മറ്റൊരാൾ പറയുന്നത് കേട്ടിരിക്കാമല്ലോ. അതും പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ല, എന്തിനെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം. താൻ എന്തിനെക്കുറിച്ച് പറയും? കേട്ട നിമിഷം തൊട്ട് കൊച്ചു ടോട്ടോയ്ക്ക് ആവേശമാണ്. പലതുമുണ്ട് പറയാൻ, പക്ഷെ എന്താണ് പറയേണ്ടത്? എന്തിനൊക്കെ സംസാരിക്കാം എന്നതിനെ കുറിച്ച് അവൾക്ക് വലിയ തീരുമാനമൊന്നുമില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും അടുക്കൽ നിന്നുള്ള അനുകൂല അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ പിറ്റേന്ന് തന്നെ സംസാരിക്കുന്ന പരിപാടി തുടങ്ങാം എന്ന് തീരുമാനമായി. അല്പം ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ജാപ്പനീസ് ഭവനങ്ങളിൽ ഭക്ഷണ സമയത്ത് പൊതുവെ കുട്ടികളെ സംസാരിക്കാതിരിക്കാനാണ് ശീലിപ്പിക്കുന്നത്. പക്ഷേ തന്റെ വിദേശ അനുഭവങ്ങളിൽ നിന്ന് കൊബായാഷി മാസ്റ്റർ പഠിച്ചത് മറ്റൊന്നാണ്. യഥേഷ്ടം സമയമെടുത്ത് ആഹാരം കഴിക്കാനും ഭക്ഷണവേള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓജസ്സുറ്റതാക്കാനും ഉണർവുള്ളതാക്കാനും സംസാരം സഹായിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അദ്ദേഹം അതുതന്നെയാണ് കുട്ടികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും. വാസ്തവത്തിൽ ഈ പയ്യെ ചവയ്ക്കും പാട്ടൊക്കെ തന്നെ നമുക്കറിയാമല്ലോ. കുട്ടികൾ ചവച്ചരച്ച് ആഹാരം കഴിക്കാനും വളരെ സമയമെടുത്ത് ആഹാരം ആസ്വദിക്കാനും വേണ്ടി മാഷ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മനുഷ്യരുടെ മുന്നിൽ നിവർന്നു നിന്ന് വ്യക്തതയോടെ അനായാസം തങ്ങളുടെ അഭിപ്രായങ്ങൾ ദൃഢമായി പ്രകടിപ്പിക്കാനുള്ള കഴിവ് കുട്ടികളുടെ മാനസിക വികാസത്തിന് പറ്റിയതാണ് എന്ന് മാസ്റ്റർ വിശ്വസിച്ചിരുന്നു. അത്തരമൊരു മാനസിക വികാസത്തിന് പറ്റിയ മുഹൂർത്തമായി അദ്ദേഹം കണ്ടെത്തിയിരുന്ന ഊണുമേശയിൽ നിന്നുള്ള ഈ നിമിഷങ്ങളെയാണ്. നല്ലതുപോലെ പ്രസംഗിക്കുന്നതിനെ കുറിച്ചൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ. പുതിയ പദ്ധതിക്ക് കുട്ടികൾ സമ്മതം മൂളിക്കഴിഞ്ഞപ്പോൾ മാസ്റ്റർ അവരിൽ ആത്മവിശ്വാസം ഉറപ്പിച്ചു. മാസ്റ്റർ ഉദ്ദേശിച്ചത് നിങ്ങൾക്കിഷ്ടമുള്ള എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് സംസാരിക്കാം എന്നതാണ്. അത് ഒരു തവണ കൂടെ മാസ്റ്റർ പറഞ്ഞ കുട്ടികളുടെ ആത്മവിശ്വാസം നിറച്ചു. നല്ലതാണെങ്കിലും ചീത്തക്കാര്യമാണെങ്കിലും സന്തോഷമുള്ളതാണെങ്കിലും വിഷമമുള്ളതാണെങ്കിലും എന്തും നിങ്ങൾക്കിവിടെ സംസാരിക്കാം. ടോട്ടോച്ചാൻ മാസ്റ്റർ പറഞ്ഞതൊക്കെ മനസ്സിരുത്തി കേട്ടു. അങ്ങനെ ഓരോ ദിവസവും ആരൊക്കെ സംസാരിക്കണം എന്നതിൻ്റെ ഒരു ക്രമം തയ്യാറാക്കി. പാട്ട് കഴിഞ്ഞാലുടനെ വേഗം ഊണ് കഴിഞ്ഞ് സംസാരിക്കേണ്ട കുട്ടി തയ്യാറാകണമെന്നും തീരുമാനിച്ചു. സംസാരിക്കേണ്ട കുട്ടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സ്വസ്ഥമായിരുന്ന് വളരെ സാവകാശം ആഹാരം കഴിക്കാം. അങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വെച്ചത്. തുടക്കത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി. ടോമോയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ ഊണ് സമയത്ത് അഭിമുഖീകരിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് തങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. സ്വന്തം കാര്യങ്ങളെക്കുറിച്ചും എവിടെയെങ്കിലും പോയതിനെക്കുറിച്ചും എന്തെങ്കിലും ചെയ്തതിനെക്കുറിച്ചും ഒക്കെ അടുത്തിരിക്കുന്ന കുട്ടിയോട് കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കുക എന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ എഴുന്നേറ്റ് നിന്ന് ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച്
കൃത്യമായി പറയുക എന്നത് അല്പം ഒരു ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ് എന്ന് ആദ്യ ദിവസം തന്നെ വ്യക്തമായി. നല്ല ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ ചങ്ങാതിമാരോട് വെടി പറയുന്നത് പോലെ സ്കൂളിനെ മുഴുവൻ അഭിമുഖീകരിച്ച് സംസാരിക്കാനാവും. ലജ്ജാശീലരായ ചിലർക്കൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ സങ്കോചവും പരിഭ്രമവും ഒക്കെ നിറഞ്ഞ ഒരു ചിരി നൽകി തിരിച്ച് സ്വന്തം സ്ഥാനത്ത് വന്നിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാര്യമായി അധ്വാനിച്ച് പ്രസംഗം മുഴുവൻ മനഃപാഠമാക്കി വന്ന ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പഠിച്ചത് മുഴുവനും ഷൂ തവളകൾ ഓരം പറ്റി ചാടി നടക്കുന്നത് എന്തുകൊണ്ട് എന്ന കർണസുഖമുള്ള തലക്കെട്ട് തന്നെ അവൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് തവളകൾ ചാടി നടക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിച്ചു വന്നതൊക്കെ ആ കുട്ടി എണീറ്റ് നിന്നപ്പോൾ മറന്നുപോയി. എത്ര ആലോചിച്ചിട്ടും തവള എന്നതിനപ്പുറം അവന് പറയാൻ കഴിഞ്ഞില്ല. സദസ്സിനെ വന്ദിച്ച് തന്റെ സീറ്റിലേക്ക് മടങ്ങി. ടോട്ടോച്ചാന്റെ അവസരം ഇനിയും വന്നെത്തിയിട്ടില്ല. പക്ഷേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥയാണ് താൻ പറയാൻ പോകുന്നത് എന്ന് അവൾ ആദ്യ ദിവസം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വിശ്രമവേളകളിൽ അവൾ ആവേശത്തോട് പറയാറുള്ള ഈ കഥ വാസ്തവത്തിൽ ടോട്ടോച്ചാന്റെ കുട്ടികൾക്കൊക്കെ മനഃപാഠമാണ്. അവൾ വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ ഇത് കേട്ട് ഞങ്ങൾ മടുത്തോല്ലോ ടോട്ടോ, കൂട്ടുകാർ പറയും. പക്ഷെ ഏതായാലും അവൾ ഒന്ന് തീരുമാനിച്ചിരുന്നു, തനിക്ക് നന്നായി പറയാൻ സാധിക്കുന്ന ഈ കഥ തന്നെ തന്റെ അവസരം വരുമ്പോൾ പറയുകയുള്ളൂ എന്ന്. പ്രസംഗ പരിപാടി അങ്ങനെ ഓരോ ദിവസമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം സംസാരിക്കേണ്ടിയിരുന്നത് ഒരാൺകുട്ടിയാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ടോട്ടോച്ചാൻ അതിശയിച്ചു പോയി. അവൾക്ക് തീരെ മനസ്സിലാവാതിരുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് ഒന്നും പറയാനില്ലാതാവുന്നത്? അസാധ്യം. പക്ഷെ അവന് ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല എന്നതായിരുന്നു വാസ്തവം. അത്രയും പറഞ്ഞിട്ട് തിരിച്ചു വന്ന് തന്റെ സ്ഥാനത്തിരുന്ന് ഒഴിഞ്ഞ ചോറ്റുപാത്രത്തിനരികിൽ തല കുനിച്ചിരുന്ന അവന്റെ അടുത്തേക്ക് മാസ്റ്റർ മെല്ലെ നടന്നു വന്നു. അവന്റെ അടുത്തിരുന്നു. അപ്പോ നിനക്കൊന്നും പറയാനില്ല അല്ലേ? അദ്ദേഹം അവന്റെ തലയിൽ മെല്ലെ തടവിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. വാസ്തവത്തിൽ അവൻ അതിസാമർഥ്യം കാണിക്കുകയായിരുന്നില്ല. അത് മാസ്റ്റർക്ക് മനസ്സിലായി. എത്ര മനസ്സിരുത്തി ആലോചിച്ചിട്ടും എന്തിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് സംസാരിക്കാനാണ് എന്നത് അവന്റെ മനസ്സിലേക്ക് വന്നതേയില്ല. തികച്ചും ആത്മാർത്ഥമായിരുന്നു അവന്റെ പ്രശ്നം. അവന്റെ തല പിടിച്ചുയർത്തിക്കൊണ്ട് മാസ്റ്റർ വാത്സല്യത്തോടെ ചിരിച്ചു തുടങ്ങി. തന്റെ മുമ്പിലത്തെ പല്ലുകൾക്കിടയിലൊക്കെ വിശാലമായ വിള്ളലുകളാണ് എന്നത് ആ ചിരിക്കിടയിൽ അദ്ദേഹം ഓർത്തതേയില്ല. ഒന്നുകൂടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ഇല്ല, മാസ്റ്റർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്താ പറയേണ്ടതെന്ന് അവൻ ചോദിച്ചു ആത്മാർത്ഥമായിട്ട്. ഊണുമേശയ്ക്കരികിൽ തല കുനിച്ച് പതുങ്ങിയിരുന്ന അവനെ മാസ്റ്റർ മെല്ലെ തോളത്ത് ചേർത്ത് എണീപ്പിച്ച് സദസ്സിന്റെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി ഒന്ന് ഓർത്ത് നോക്കിക്കേ, മൃദുവായ സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ കൊബായാഷി മാസ്റ്റർ പറഞ്ഞു. അതായത് ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ എടുക്കും. ഉറക്കമുണർന്നു കഴിഞ്ഞ് സ്കൂളിലേക്ക് പുറപ്പെടും വരെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, ആദ്യം നീ എന്താ ചെയ്തത് അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അത് അവൻ മെല്ലെ തല ചൊറിയാൻ തുടങ്ങി. പറഞ്ഞോളൂ, മാസ്റ്റർ തോളത്ത് തട്ടി പ്രോത്സാഹിപ്പിച്ചു. അത് എന്ന് നീ പറഞ്ഞല്ലോ, അപ്പോ എന്തോ ഒരു കാര്യമുണ്ട്, അത് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിനുശേഷം അത് ഞാൻ രാവിലെ ഉണർന്നു. തല കൂടുതൽ ശക്തിയായി ചൊറിഞ്ഞുകൊണ്ട് അവൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. ടോട്ടോച്ചാനും കൂട്ടരും വിസ്മയത്തോടെയാണെങ്കിലും മുന്നോട്ടാഞ്ഞ് ചെവി കൂർപ്പിച്ചിരുന്നു. തല ചൊറിച്ചിൽ നിർത്താതെ തന്നെ കൊച്ചു പ്രാസംഗികൻ പറഞ്ഞു, അത് കഴിഞ്ഞ് കൈകൾ ഡെസ്കിൽ പിണച്ചു വെച്ച് പുഞ്ചിരി കളിയാടുന്ന മുഖവുമായി ക്ഷമയോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു മാസ്റ്റർ. അസലായിട്ട് പറഞ്ഞുല്ലോ നീ. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളോ? ആവേശം സ്ഫുരിക്കുന്ന സ്വരത്തിൽ മാസ്റ്റർ തുടർന്നു. നീ രാവിലെ ഉണർന്നു എന്ന് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം അത് മനസ്സിലായി. മതി, ധാരാളം. നല്ല പ്രാസംഗികനാവാൻ കേൾക്കുന്നവരെ അതിശയിപ്പിക്കുകയോ കേൾക്കുന്നവർ ചിരിക്കണമെന്നോ ഒന്നുമില്ല. നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു. ആദ്യം നീ പറഞ്ഞു നിനക്കൊന്നും പറയാനില്ലാന്ന്. ഇപ്പം നിനക്കൊന്ന് പറയാനുണ്ടായി. നീ രാവിലെ ഉണർന്നു, അതല്ലേ പ്രധാനം.
പക്ഷേ ഇത് കേട്ട ആ കുട്ടി മതിയാക്കിയില്ല. ഇരിക്കാൻ കൂട്ടാക്കാതെ അവൻ ശബ്ദമുയർത്തി പറഞ്ഞു, അത് കഴിഞ്ഞ് ആ കുട്ടികളെല്ലാം വീണ്ടും തല മുന്നോട്ടാഞ്ഞ് ചെവി വട്ടം പിടിച്ചിരുന്നു. അവനൊരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു, ആ അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു പോയി പല്ല് തേച്ച് മുഖം കഴുകി വരാൻ. ഞാൻ ഉടനെ പോയി പല്ല് തേച്ച് മുഖവും കഴുകി വന്നു. മാസ്റ്റർ കൈയടിച്ച് അഭിനന്ദിച്ചു. കുട്ടികളും അതിൽ പങ്കുചേർന്നു. അത് കേട്ട ആവേശഭരിതനായ അവൻ മുൻപിലത്തേതിലും ഉച്ചത്തിൽ തുടർന്നു, അതും കഴിഞ്ഞ് ആ കയ്യടി പൊടുന്നനെ നിലച്ചു. കുട്ടികളൊക്കെ മുന്നോട്ടാഞ്ഞിരുന്നു. അതും കഴിഞ്ഞ് വിജയം സ്ഫുരിക്കുന്ന ആത്മവിശ്വാസം നിറഞ്ഞ ഒരു മന്ദഹാസത്തോടെ അവൻ പറഞ്ഞു, ഞാൻ സ്കൂളിലേക്ക് പോന്നു. ആവേശാധിക്യത്തിൽ ആവശ്യത്തിലേറെ മുന്നോട്ടാഞ്ഞ് നില തെറ്റിയ ഒരാൺകുട്ടിയുടെ തല മുന്നിലിരുന്ന ചോറ്റുപാത്രത്തിൽ ചെന്ന് ഇരിക്കുക പോലും ഉണ്ടായി. ഏതായാലും എല്ലാവർക്കും പരമസന്തോഷമായി. കാരണം ഒന്നും സംസാരിക്കാനില്ലാതിരുന്ന തങ്ങളുടെ കൂട്ടുകാരൻ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ. കൊബയാഷി മാസ്റ്ററും ടോട്ടോ ചാനും ടോമോ മുഴുവനും വർദ്ധിത വീര്യത്തോടെ കരഘോഷം മുഴക്കി. ഹാളിന്റെ മധ്യഭാഗത്ത് തന്നെ അപ്പോഴും ഒരു ചിരിയോടുകൂടി നിൽക്കുകയായിരുന്നു നമ്മുടെ അത് കഴിഞ്ഞ് ആ. അവൻ പോലും അറിയാതെ കൈയടിച്ചുപോയി. അസംബ്ലി ഹാൾ അപ്പാടെ ഒരു നീണ്ട കരഘോഷത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. വളർന്ന് വലുതായ ശേഷവും അന്നത്തെ ആ കരഘോഷത്തിന്റെ ആഹ്ലാദാരവം ആ ബാലന്റെ സ്മരണകളിൽ എന്നും നിറഞ്ഞ് നിന്നിട്ടുണ്ടാവണം. ഒരു കുട്ടിയെ, പ്രത്യേകിച്ച് അവന്റെ ബാല്യ കൗമാരങ്ങളിൽ ഏറ്റവും അധികം മനസ്സിലാക്കാനാവുക ജീവിതത്തിലുടനീളം അവന് കൈവരേണ്ട ആത്മവിശ്വാസവും ധൈര്യവും കാര്യങ്ങളിലുള്ള മനോഭാവവും ഒക്കെ വികസിച്ചു വരുന്നത് എപ്പോഴും ആദ്യ വർഷങ്ങളിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളിൽ എത്ര അധ്യാപകർ ഇത് മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും ആലോചിക്കേണ്ട ഒന്നാണ്. നമുക്ക് മറ്റൊരു അധ്യായവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.